നമ്മുടെ കർത്താവിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ തിരുവെഴുത്തുകളിലെ പൊരുളുകൾ ദൈവം നൽകുന്ന കൃപയ്ക്ക് അനുസരിച്ച് കൈമാറുകയും ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവം നൽകുന്ന വലിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിങ്ങളുടെ ചിന്തയ്ക്കും തുടർന്നുള്ള നമ്മുടെ ഡിസ്കഷനും വേണ്ടിയും മാത്രമാണ് നമ്മൾ ഈ വചനം ഇടുന്നത്. മാത്രമല്ല, കർത്താവിൻ്റെ രാജ്യവും ദൈവസഭയും തിരുവെഴുത്തുകളാൽ സമ്പന്നമാകുകയും യാഥാർത്ഥ്യങ്ങളിലേക്ക് വിശുദ്ധ സഭയും അടുത്ത തലമുറകളും നിശ്ചയമായും വരണം എന്ന ദൃഢനിശ്ചയത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഓരോ വീഡിയോയും നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തെയോ വിശ്വാസങ്ങളെയോ ക്രിസ്തീയ മൂല്യങ്ങളെയോ തകർക്കുകയോ താഴ്ത്തുകയോ ചെയ്യാനല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാരെ ചെറുതായി കാണുവാനോ കുറ്റം വിധിക്കുവാനോ അല്ല നമ്മൾ ഈ ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത്. സംഭാഷണത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എങ്കിലും പലപ്പോഴും അങ്ങനെ വരാറുണ്ട്. അതൊന്നും ആരെയും താഴ്ത്തുവാനുള്ളതല്ല. ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചുള്ള എരിവും വചനത്തെക്കുറിച്ചുള്ള ആദാഹവും ക്രിസ്തുവിൻ്റെ സഭയിൽ അത് എത്തണം എന്നുള്ള കൃത്യമായ ബോധ്യവും ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ സംബന്ധിച്ച് മത്തായിയുടെ സുവിശേഷം 24 യേശു ക്രിസ്തു അതിന് അടയാളം കൊടുക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായവും മർക്കോസിന്റെ സുവിശേഷം 13 ലൂക്കോസ് 21 മൂന്ന് സുവിശേഷങ്ങൾ ഈ സംഭവ പരമ്പരകളെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദേവാലയത്തിന്റെ പണി കാണിക്കുന്ന ശിഷ്യന്മാർ ഒലിവുമലയിൽ പോയിരുന്ന് ദേവാലയത്തെ സംബന്ധിച്ച് അതിൻ്റെ കല്ലുകൾ ഒരു കല്ല് മറ്റൊരു കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും എന്ന് പറഞ്ഞ മിശിഹാ തമ്പുരാൻ ആ വാക്ക് കേട്ട ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്നു, കർത്താവേ, അത് എപ്പോൾ സംഭവിക്കും? നീ പറഞ്ഞ ആ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ യെരൂശലേം ഇടിഞ്ഞു പോകുന്നത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും കാലാവസാനത്തിനും അടയാളമെന്ത്? 3 കാര്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചു. യേശുക്രിസ്തു തൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞില്ല. യേശുക്രിസ്തു തൻ്റെ കാലം അവസാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ ചോദിച്ച ആളുകൾ നമ്മളെപ്പോലെ ഇന്ത്യക്കാരല്ലാത്തത് കൊണ്ടും 21 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശേഷം ജീവിക്കുന്ന ഇതര സമൂഹത്തിൽപ്പെട്ട നാം അല്ലാത്തതിനാലും അത് ചോദിച്ചത് യഹൂദനാകയാലും യഹൂദ പ്രമാണവും യഹൂദന്മാരുടെ പ്രവാചക പുസ്തകങ്ങളും ന്യായപ്രമാണവും നന്നായി അറിയാവുന്ന അപ്പോസ്തലന്മാർ മിശിഹയോട് ചോദിക്കുന്നു, കർത്താവേ, ദേവാലയം എപ്പോൾ നശിച്ചു പോകും? യെശയ്യാവിന്റെ പ്രവചനം 25, 26, 27 അധ്യായങ്ങൾ ശ്രദ്ധപൂർവ്വം മുൻവിധി കൂടാതെ വായിച്ചാൽ അത് ദേവാലയ നശീകരണത്തെക്കുറിച്ചും അതേ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുമുള്ള പഠനങ്ങൾ യെശയ്യാവ് പ്രവചിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. അതറിയാവുന്ന അപ്പോസ്തലന്മാർ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് പറഞ്ഞു, ദേവാലയത്തിന്റെ നാശവും മിശിഹായുടെ മടങ്ങിവരവും കാലം അവസാനിക്കുന്നതും, അതായത് ന്യായപ്രമാണത്തിന്റെ കവനന്റിന്റെ കാലം അവസാനിക്കുന്നതും ഒരേ സന്ദർഭമാണെന്ന് കൃത്യമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് 24 അധ്യായത്തിൽ മിശിഹ ധാരാളമായ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒടുവിൽ ഞാനതിൻ്റെ 32 വാക്യം അതിൽ വായിക്കുക. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. അത്തി എന്ന് പറഞ്ഞാൽ യഹൂദനാണ്. യഹൂദൻ വീണ്ടും 1948 തളർത്തു. അങ്ങനെ ആ തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് അറിയണം. വേനൽ എന്ന് പറഞ്ഞാൽ മിശിഹായുടെ മടങ്ങിവരവാണ് എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ മറ്റ് ഗോസ്പലുമായിട്ട് ചേർത്ത് ഒന്ന് മനസ്സിലാക്കിയാൽ അത് യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ഉള്ള കാര്യം മാത്രമല്ലെന്നും മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിക്കാൻ കൂടെയാണെന്ന് നമുക്ക് ലൂക്കോസിലും മർക്കോസിലും വായിപ്പാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ഇത് ഒക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം, ഇതൊക്കെ എന്ന് പറയും മുകളിൽ പറഞ്ഞ മുഴുവൻ കാര്യവും എന്തൊക്കെയാ? ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കരുത്. 2, മിശിഹായുടെ മടങ്ങിവരവ്, പറോസിയ, പ്രസൻസ് ഓഫ് ഗോഡ്, അതായത് പുതിയ നിയമ ആലയത്തിലേക്കുള്ള അവൻ്റെ പ്രവേശനം, അവൻ്റെ സാന്നിധ്യം, അവൻ്റെ പ്രസൻസ്, അവൻ്റെ പ്രത്യക്ഷം, അത് കാലത്തിൻ്റെ അവസാനം, അതായത് എൻഡ് ഓഫ് ദ ഏജ്, കാലാവസാനം. ഇതൊക്കെയും അതിന് മുകളിൽ പറഞ്ഞു, ഇതിന് അടയാളങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതൊക്കെയും സംഭവിക്കുവോളം, ശ്രദ്ധിച്ചു കേൾക്കണം. വേദപുസ്തകത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമിയും, ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം.
ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡ് കവനന്റ് സിസ്റ്റം, പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഇറ്റ്സ് എന്തുവാ അതിൻ്റെ സിസ്റ്റം മുഴുവൻ. പഴയ നിയമത്തിലെ ഓൾഡ് കവനന്റ് ആണ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. അത് ഓൾഡ് കവനന്റ് ടെമ്പിൾ ആൻഡ് ദ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ദ പീപ്പിൾ. ഇത് ഒഴിഞ്ഞു പോകും. എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അടുത്തത്, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ നാഴിക സംബന്ധിച്ച്, ആ നാളും നാഴിക സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഇത് വളരെ അധികം പ്രസംഗിക്കപ്പെടുന്ന കാര്യമാണ്. മിശിഹായുടെ ഒരു രഹസ്യവരവിനെ കുറിച്ചുള്ള സംഭാഷണം. അതായത് യേശു ക്രിസ്തു രഹസ്യമായിട്ട് വരുമെന്നും പിന്നെ അതിനുശേഷം പരസ്യമായിട്ട് വരുമെന്നുള്ള പഠനം വളരെ സുലഭമാണ്, വളരെ പ്രസിദ്ധമാണ്, നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. ഞാനതൊരു കാലത്ത് വിശ്വസിച്ചിരുന്ന ആളാണ്. എൻ്റെ പ്രസംഗവേദിയിൽ ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ വാക്യത്തെക്കുറിച്ചുള്ള ധാരണകൾ ധാരാളം ലഭ്യമായിട്ടുണ്ട്. അതിൽ എനിക്ക് പ്രധാനമായിട്ട് മനസ്സിലാകുന്ന ഒരു പ്രധാന വ്യൂ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനാണ് കർത്താവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു പാദം, ആ നാളും നാഴികയും സംബന്ധിച്ചോ. അപ്പം ഒരു ദിവസത്തെക്കുറിച്ചും ഒരു മണിക്കൂറിനെ കുറിച്ചോ അത് കൃത്യമാണ്. കാരണം ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വലുതും ഭയങ്കരമായ നാളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ നാളിനെ കുറിച്ചും ആ നാളിൽ ഏത് മണിക്കൂറിലാണ് ഇത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും എന്തുവാ കർത്താവിൻ്റെ മടങ്ങിവരവ് കേട്ടോ. അതി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചത്. ഇതൊക്കെയും കാണുമ്പോൾ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ. എന്തുവാ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു, അവൻ വാതിക്കലായിരിക്കുന്ന ഒരു വാക്യം മറ്റിടത്തുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ അവൻ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളി. സത്യത്തിൽ അവൻ വാതിക്കൽ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നു, കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രൈസ്റ്റും അവൻ്റെ കിങ്ഡവും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ നാൾ, അപ്പോൾ അവൻ്റെ നിങ്ങൾ വാതിക്കലായിരിക്കും അറിഞ്ഞോണം. പക്ഷെ അവൻ എപ്പോഴാണ് പ്രത്യക്ഷനാകാൻ പോകുന്നത്, ആ നാളും ആ നാഴികയും സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവപിതാവിനല്ലാതെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിയുകയില്ല. ഇത് എന്താണ് എന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഈ ക്രിസ്തും വിശ്വസിക്കുന്ന കാലമല്ല, അന്ന് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ജൂയിഷ് റൂട്ട് ജെറൂഷലേം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബൈബിൾ പഠനമുണ്ട്. അവിടെ ധാരാളം മെസിയാനിക് റബീസ് ഉണ്ട്, ജൂയിഷ് റബിമാരുണ്ട്. നിങ്ങൾക്കും അതിലേക്ക് പോകാൻ പറ്റും. ദയവായിട്ട് ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ എനിക്ക് ലഭ്യമായത്, വർഷങ്ങൾക്ക് മുമ്പ് ലഭ്യമായത് അവിടെ വെച്ചാണ്. പക്ഷെ ഞാനത് ഈ ഒരു വെളിപ്പാടിലേക്കും ഈ ഒരു വ്യൂവിലേക്കും ഈ വെളിച്ചത്തിലേക്ക് വന്നപ്പം അത് ഇവിടെ പ്രയോജനപ്പെടുത്താമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു. ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണം. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ബട്ട് ദ ഡേ ആൻഡ് ദ അവർ, ദ ഡേ ആൻഡ് ദ അവർ നോവത്ത് നോ മാൻ. ആ ദിവസവും ആ മണിക്കൂറും ഒരു മനുഷ്യനും അറിയുന്നില്ല. അതായത് ഒരു അൺനോൺ ഡേ ആൻഡ് അൺനോൺ അവർ. ഈ അൺനോൺ ഡേ ആൻഡ് അൺനോൺ അവർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്ത, മനുഷ്യർക്ക് അറിയത്തില്ല, പുത്രന് അറിയത്തില്ല, ദൂതന്മാർക്ക് അറിയത്തില്ല, ദൈവത്തിന് മാത്രം അറിയാവുന്ന, പിതാവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യം. ഇത് മിശിഹായുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട്, മിശിഹായുടെ വിവാഹവുമായിട്ട്, അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റിലെ ജൂയിഷിന്റെ ഇടയിലെ മാരേജുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലയിൽ ആളുകൾ വിശദീകരണം തരാറുണ്ട്. ഞാനത് തെറ്റെന്നല്ല പറയുന്നത്, അതും ഇതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ജൂയിഷ് കൾച്ചറിൽ സെക്കൻഡ് ടെമ്പിൾ പീരീഡ് ആയപ്പോഴേക്കും ഒരു ഫ്രേസ്, അല്ലെങ്കിൽ ഒരു എന്ത് പറയുന്നത്, ഒരു ഫ്രേസ്, ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഫ്രേസ്, നോ മാൻ നോസ് ദ ഡേ ഓർ അവർ, നോ മാൻസ് നോസ് ദ ഡേ ഓർ അവർ എന്ന് പറയുന്ന പലപ്പോഴും ഇവർ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. റബിമാരുടെ നടുവിൽ രണ്ടാമത്തെ ടെമ്പിൾ, അതായത് മിശിഹാ തമ്പുരാൻ വരുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട, അല്ലെങ്കിൽ 400 വർഷങ്ങൾക്ക് മുമ്പ്, അതെ, 400 വർഷത്തെ കാലയളവിന് നടുവിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു ദേവാലയം. ആ ദേവാലയത്തിന്റെ കാലഘട്ടം, അതായത് ഹെരോദാവിന്റെ ആലയത്തിന്റെ കാലഘട്ടത്തിൽ പ്രചരിക്കപ്പെട്ടിരുന്ന ഒരു ഫ്രേസാണ്, ഒരു വാക്യമാണ് എന്ത്? നോ മാൻ നോസ് ദ ഡേ ഓർ അവർ. ഒരു മനുഷ്യനും ആ ദിവസത്തെക്കുറിച്ച് അറിയുകയില്ല, ആ മണിക്കൂറിനെ കുറിച്ചും അറിയുകയില്ല. ഈ ഫ്രേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റോഷ് ഹഷന്ന. ഞാൻ അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാം. ഈ റോഷ് ഹഷന്ന എന്ന് പറയുന്ന ഉത്സവം
യഹൂദന്മാരുടെ ഉത്സവത്തിലെ 6-ാമത്തെ ഉത്സവമാണ്. സോറി, 5-ാമത്തെ ഉത്സവം. ഐ എം വെരി സോറി. മിശിഹാ തമ്പുരാൻ ഭൂമിയിലേക്ക് ജനിച്ച നാൾ മുതൽ വേദപുസ്തകം അവനെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് റിട്ടൺ അബൌട്ട് ഹിം, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിക്കുവാൻ വന്നു. മിശിഹ ഒരിക്കൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാനല്ല വന്നത്, നിവർത്തിക്കുവാനാണ് വന്നത്. സോ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ, യേശു പഠിപ്പിച്ചതും യേശു ചെയ്തതും യേശു പൂർത്തീകരിച്ചതും പുതിയ സാധനമൊന്നുമല്ല, ഒരു പുതിയതുമല്ല. ഇത് നമ്മൾ പുതിയ നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്തോ പുതിയതാണ്. അത് പുതിയ നിയമമായിരിക്കാം, ദൈവത്തിന്റെ ന്യൂ കവനന്റ് ആണ്. പക്ഷേ അപ്പോസ്തലന്മാരിലൂടെയും യേശുവിലൂടെയും സ്ഥാപിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്ത സകല വസ്തുതകളും പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമായിരുന്നു. അതുകൊണ്ട് പുതുനിയമത്തിലെ ഏതെങ്കിലും ഒരു വചനം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അന്വേഷിക്കേണ്ടത് പഴയ നിയമത്തിൽ ഇത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. എങ്കിൽ മാത്രമേ പുതുനിയമത്തിൽ അതിന്റെ അർത്ഥം വ്യക്തമാകുകയുള്ളൂ. കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഏതൊരു വാക്യം എടുക്കാം, ഏത് വാക്യം എടുത്താലും നമുക്കതിനെ പഴയ നിയമവുമായിട്ട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. കാരണം സത്യവചനത്തെ യഥാർത്ഥമായിട്ട് ഡിവൈഡ് ചെയ്ത്, യഥാർത്ഥമായിട്ട് പിളർത്തിയിട്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് നിൽക്കാൻ ശ്രമിക്കണം എന്ന് പറയാൻ കാരണം. സോ നോ മാൻ നോസ് ദ ഡേ ആൻഡ് അവർ എന്ന് പറയുന്ന ഈ ഫ്രേസ്, ആ ദിവസം ഒരു മനുഷ്യൻ, ആ നാഴികയും ആ മണിക്കൂറും ഒരു മനുഷ്യനും അറിയുക ഇല്ല എന്ന് പറയുന്നത് ഈ ഒരു സോറി, ഞാൻ വേണ്ടി മുമ്പോട്ട് വന്നു. ഈ ഒരു റോഷ് ഹഷന എന്ന ഉത്സവത്തെക്കുറിച്ച്. കാരണം ശരി, ജസ്റ്റ് ഗോയിങ് ബാക്ക്. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുവിന്റെ ശുശ്രൂഷ, ഒടുവിൽ യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ മരണം മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ ശുശ്രൂഷകളും 7 ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, മിശിഹായുടെ കാൽവറി മരണം മുതൽ മിശിഹായുടെ പുനരാഗമനം വരെ, മാത്രമല്ല മിശിഹായുടെ പുതുവാന ഭൂമിയിലുള്ള, അതായത് പുത്തൻ യെരൂശലേം വരെയുള്ള, മിശിഹ വന്ന് മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുന്ന ആ സംഭവം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ 7 ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്. ഞാനിത് വീണ്ടും പറയുന്നു, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, യേശുക്രിസ്തുവിന്റെ പുനരാഗമനം, പുതിയ നിയമസഭയുടെ അല്ലെങ്കിൽ മഹാപാപ പരിഹാര ദിവസം, അവന്റെ പരോസിയ, അവസാനമായി മനുഷ്യരോടുകൂടുള്ള ദൈവവാസം, പുത്തൻ യെരൂശലേം, പുതിയ ആകാശം പുതിയ ഭൂമി, ഇതെല്ലാം തന്നെ പഴയ നിയമത്തിന്റെ നിവർത്തിയാണ്. ആധികാരികമായിട്ടാണ് നമ്മൾ ഈ വേദപുസ്തകത്തിന്റെ മുമ്പിൽ സംസാരിക്കുന്നത്. ഇത് പഴയ നിയമത്തിന്റെ ആധികാരത്തിലുള്ളതാണ്, നിവർത്തിയാണ്. അപ്പം യേശുക്രിസ്തു പെസഹയുടെ അന്ന് മരിച്ചു, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിൽ അവൻ അടക്കം ചെയ്യപ്പെട്ടു, ആദ്യ ബലക്കറ്റയുടെ പെരുന്നാളിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. 50 നാൾ കഴിഞ്ഞപ്പോൾ പെന്തിക്കോസ്ത് പെരുന്നാളിൽ അന്ന് പരിശുദ്ധ റൂഹായെ അയച്ച് തന്റെ സഭയെ സ്ഥാപിപ്പാൻ ആരംഭിച്ചു. അന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആകാശത്തിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്നതായ യഹൂദജനത്തിൽ 12 ഗോത്രങ്ങളിൽപ്പെട്ട ഭക്തിയുള്ള പുരുഷന്മാർ ആ സുവിശേഷത്താൽ അന്ന് വെളിപ്പെട്ട ദൈവശക്തിയാൽ സ്പർശിക്കപ്പെടുകയും പത്രോസിന്റെ പ്രഭാഷണത്താൽ 3000 പേർ ക്രിസ്തുവിന്റെ അനുയായികളായി മാറി ക്രിസ്തുവിലേക്ക് ഇമേഴ്സ്ഡായി സ്നാനമേറ്റു എന്ന് നമ്മൾ കാണുന്നു. അതിനുശേഷമുള്ളൊരു 4 മാസം, നമ്മൾ യഹൂദന്റെ കലണ്ടർ അനുസരിച്ച് അതിനുശേഷമുള്ള 4 മാസം അവർ അതിനെ വരണ്ട കാലം എന്ന് പറയും. 4 മാസത്തിന് ശേഷം അടുത്ത ഒരു ഉത്സവം വരുന്നത് തിഷ്രി മാസം 1-ാം തീയതിയാണ്. ആ മാസം 1-ാം തീയതി ആ ഉത്സവത്തിന്റെ പേര് റോഷ് ഹഷന എന്ന ഉത്സവമാണ്. ആ ഉത്സവം കാഹളധ്വനി പെരുന്നാളിന്റെ ഉത്സവമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും എന്ന് നമ്മൾ കേൾക്കുമ്പോൾ മറക്കരുത്, അത് പുതിയ നിയമത്തിലെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന എന്തോ പ്രത്യാശയല്ല, ദൈവസഭ കാത്തിരിക്കുന്ന ഏതോ ഒരു പുതിയ കാഹളധ്വനിയല്ല. അത് യഹൂദന്റെ നാട്ടിൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ, അതായത് ദേവാലയത്തിന്റെ അണ്ടറിൽ, പ്രീസ്റ്റ്ഹുഡിന്റെ അണ്ടറിൽ, ഓൾഡ് കവനന്റ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ പൂർത്തീകരിക്കപ്പെടേണ്ട 5-ാമത്തെ ഉത്സവമാണ് റോഷ് ഹഷന. ഈ റോഷ് ഹഷന എന്ന് പറയുന്ന ദിവസവുമായിട്ടാണ് നാളും നാഴികയും അറിയാത്തത് എന്ന നിലയിൽ, ഒരു മനുഷ്യനും അറിയാത്ത നാളും നാഴികയും എന്നുള്ള പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഈ സെക്കൻഡ് ടെമ്പിൾ പീരീഡിൽ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പോകുന്നില്ല, കാരണം ഇത് പഠിപ്പിക്കാൻ പോയ മണിക്കൂറുകൾ നമ്മൾ എടുക്കും. പക്ഷെ നിങ്ങൾ കേൾക്കാൻ മാന്യമുള്ളവരും സമയമില്ലാത്തവരും ആയതുകൊണ്ട് ഞാനിത് കുറച്ച് ഷോർട്ടാക്കി പറയാൻ ആഗ്രഹിക്കുക. മറ്റെല്ലാ ഉത്സവങ്ങളെക്കാളും ഈ റോഷ് ഹഷനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ഉത്സവങ്ങളും, മറ്റെല്ലാ ഉത്സവങ്ങളും, എവ്രി ഫെസ്റ്റിവൽ ഈസ്
ഇൻ എ ഫിക്സഡ് ഡേ. ആബീബ് മാസം 14 തീയതി ആടിനെ എടുക്കണം, 17 തീയതി ഇറക്കണം, 10 തീയതി എടുക്കണം, 14 തീയതി ഇറക്കണം, 14 തീയതി മുതൽ അങ്ങോട്ടുള്ള 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയിരിക്കണം. അത് കഴിഞ്ഞുള്ള ശബത്ത് കഴിഞ്ഞുള്ള നാളിൽ നിന്ന് ആദ്യ വിലക്കറ്റയുടെ പെരുന്നാൾ അർപ്പിക്കണം. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ സാബത്ത് മുതൽ അല്ലാതെ എല്ലാ ഉത്സവങ്ങളും ഇറ്റ്സ് ഇൻ എ ഫിക്സഡ് ഡേ. മിക്കവാറും എല്ലാ ഉത്സവങ്ങളും ഇൻ ദ മിഡിൽ ഓഫ് ദ മന്ത് ആണ്. അതായത് ഒരു ഉത്സവങ്ങളും 7 ഉത്സവങ്ങൾ ഒറ്റ ഉത്സവം പോലും മാസത്തിന്റെ ആരംഭത്തിലില്ല. സകല ഉത്സവങ്ങളും മാസത്തിന്റെ ഇൻ ബിറ്റ്വീൻ ഇടയിലാണ് വരാറുള്ളത്. അതുകൊണ്ട് അവർക്കത് ഡേ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും, ഇൻ ദ മിഡിൽ ഓഫ് ദ മന്ത്. സോ അപ്പോൾ ആ സമയത്ത് മൂൺ, അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത്, ഞാൻ അതിലേക്ക് ഒന്ന് പെട്ടെന്ന് കയറുക. അതായത് അവിടുത്തെ മാസം നിർണ്ണയിക്കുന്നത് ചന്ദ്രനും ലൂണാറാണ്. മാസമാണ് അത് നിർണ്ണയിക്കപ്പെടുന്നത്. സോ അതുകൊണ്ട് ചന്ദ്രന്റെ ഉദയത്തോടുള്ള ബന്ധത്തിൽ എന്ത് പറയുന്നത്, പൗർണമിയുമായ ബന്ധത്തിലാണ്. മൂണാണ് അവരുടെ മാസങ്ങളെ നിർണ്ണയിക്കുന്നത്. ലൂണാർ അല്ല, അതെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, നോട്ട് ലൂണാർ. മതി, എനിക്ക് ഇംഗ്ലീഷ് ഓർമ്മ വരുന്നില്ല. ഓക്കെ, എനിവേ, ചന്ദ്രൻ അങ്ങനെ പറയാം, മൂണെന്ന് പറയുന്നത്. മൂണാണ് അവരുടെ മാസം തുടങ്ങുന്നത്. അത് ചന്ദ്രൻ ഉദിക്കുന്ന നാളിലാണ് മാസം ആരംഭിക്കുന്നത്. എല്ലാ ഉത്സവങ്ങളും ഈ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയത്താണ് നടത്തപ്പെടുന്നത്. പക്ഷെ റോഷ് ഹഷന മാത്രം ചന്ദ്രന്റെ ഉദയത്തോടുള്ള ബന്ധത്തിലാണ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് ചന്ദ്രോദയത്തിൽ ആരംഭിക്കുന്ന മാസമായ തൃശ്ശൂർ മാസം 1-ാമത്തെ തീയതിയിൽ ആരംഭിക്കേണ്ട റോഷ് ഹഷന ഒരിക്കലും അവിടുത്തെ റബിമാർക്ക് ഫിക്സഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ കാഹളധ്വനി പെരുന്നാൾ എന്ന് പറയുന്നത് അവർക്കൊരു കലണ്ടർ ഉണ്ടാക്കിയിട്ട് അത് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത നിലയിൽ, കാരണം ആ ഫസ്റ്റ് മന്ത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്തുവാ, ദ മൂൺ അപ്പിയർ ചെയ്തേ പറ്റത്തുള്ളത്, മൊലാഡ് എന്ന് പറയും. അത് വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. അത് വെളിപ്പെട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ചന്ദ്രൻ ഉദിച്ചാൽ മാത്രമേ റോഷ് ഹഷന നടത്താനായിട്ട് പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ഡേ ഓഫ് ദാറ്റ് മന്ത്, അല്ലെങ്കിൽ തൃശ്ശൂർ മാസം 1-ാം തീയതി. ഈ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് എന്ന് പറയുന്നത് വാസ് അനൗൺസ്ഡ് ഓൺലി ആഫ്റ്റർ സെൻഹെൻറിൻ കൺഫേംഡ് ദ സൈൻ ഓഫ് ദ ന്യൂ മൂൺ. അതായത് ഈ 1-ാമത്തെ തീയതിയിലുള്ള ഈ റോഷ് ഹഷന എന്ന ഉത്സവം, ശ്രദ്ധിച്ചു കേൾക്കണം, റോഷ് ഹഷന എന്ന ഉത്സവം ആരംഭിക്കുന്നത് മൂണിനെ കണ്ടു, അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിച്ചു, ക്രസന്റ് വന്നു എന്ന സാക്ഷ്യപ്പെടുത്തലും അതിനോടുള്ള ബന്ധത്തിൽ ഉറപ്പും ലഭിച്ച ശേഷം മാത്രമേ സെൻഹെൻറിൻ സംഘം ആ വിഷയത്തെ ഡിക്ലെയർ ചെയ്യാറുള്ളൂ. ഇത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി അവര് തെരഞ്ഞെടുക്കുന്നത് ഏകദേശം 4 വിറ്റ്നസിനെ തെരഞ്ഞെടുക്കാറുണ്ട്. 4 പേര്, 4 വിശ്വസ്തന്മാരായ, പോഷ്ക് പറയത്ത, സാക്ഷ്യമുള്ള, ഒരിക്കലും കള്ളം പറയാത്ത, എക്സാജറേഷൻ പറയാത്ത വ്യക്തികളിൽ തെരഞ്ഞെടുത്തിട്ട് സെൻഹെൻറിൻ സംഘം ഈ ആളുകളെ എന്ത് ചെയ്യും, ഈ മൂണിനെ കണ്ടുവോ എന്നറിയാൻ വേണ്ടി അവരെ അയക്കാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാം. അതായത് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ അവരുടെ റമദാൻ മാസം പല സമയങ്ങളിലും ഭാരതത്തിൽ ആരംഭിച്ചാലും സൗദിയിൽ ആരംഭിക്കത്തില്ല, മിഡിൽ ഈസ്റ്റിൽ ആരംഭിക്കത്തില്ല. കാരണം അത് അവർ ആ ക്രസന്റ് കണ്ടാൽ മാത്രമേ അവർ ആരംഭിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലാണ് ഇത് നിർണ്ണയിക്കപ്പെടുന്നത്. ഏത് ടൈമാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനൊരു സാഹചര്യമാണ് ഈ തിഷ്രി മാസത്തിലും ഉള്ളത്, 1-ാം തീയതിയിൽ ഉള്ളത്, റോഷ് ഹഷന എന്ന ഉത്സവത്തിലുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിറ്റ്നസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഒന്നറിയാൻ ചില വാക്കുകൾ ഞാൻ പറയും. സെക്കൻഡ് ടെമ്പിൾ പീരീഡിൽ സെൻഹെൻറിൻ, യെരുശലേമിലെ സെൻഹെൻറിൻ, അവരായിരുന്നു ഈ ബിഗിനിങ് ഓഫ് അതായത് ഈ റോഷ് ഹഷന എന്ന് പറയുന്ന തൃശ്ശൂർ മാസം 1-ാം തീയതിയുള്ള ഉത്സവം, കാഹളധ്വനി പെരുന്നാൾ, അവരുടെ വർഷാരംഭമാണ്. ഈ വർഷാരംഭം എന്ന് പറയുന്ന ഈ ദിവസത്തെ നിർണ്ണയിക്കാനുള്ള ഉത്തരവാദിത്വം, അത് പറയാനുള്ള ഉത്തരവാദിത്വം സെൻഹെൻറിൻ സംഘത്തിന്റെ കയ്യിലായിരുന്നു. അവർക്ക് മാത്രമേ അതിന് നിയോഗിക്കപ്പെട്ട സാക്ഷികളുടെ സാക്ഷ്യപ്പെടുത്തലിൽ നിന്ന് കൃത്യമായ നിലയിൽ ക്രസന്റ് കണ്ടു, അല്ലെങ്കിൽ അതിനെ ഹീബ്രുവിൽ പറയുന്നത് മൊലാഡ് എന്നാണ്. മൊലാഡ് കണ്ടു എന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് സെൻഹെൻറിൻ സംഘമാണ്. അത് അതിലേക്ക് ഇത് സംഭവിക്കുന്നവരെ, അതായത് ഫിക്സഡ് ആകുന്നത് വരെ, വിറ്റ്നസ് അത് ഉറപ്പിക്കപ്പെടുന്നത് വരെ, ദ കലണ്ടർ വാസ് നോട്ട് ഒഫീഷ്യലി ഫിക്സ്ഡ്. 1-ാം തീയതി ഒരിക്കലും ഫിക്സ്ഡ് അല്ല. ചിലപ്പം ബുധനാഴ്ച എന്ന് പറയും, ബുധനാഴ്ച ആയിരിക്കത്തില്ലത്. കാരണം ചിലപ്പോൾ അത് ചൊവ്വാഴ്ച ആയിരിക്കാം, അല്ലെങ്കിൽ അത് വ്യാഴാഴ്ചയാണ്. ചില ദിവസങ്ങൾ മുമ്പേ വരും, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ താമസിച്ചു വരും. ചില ദിവസങ്ങൾ ഇത് 2 ദിവസം വരെ താമസിച്ചു വരും എന്നുള്ളത് ഞാൻ ചില പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അടുത്തത്, ഈ വിറ്റ്നസിനെ എങ്ങനെ തിരഞ്ഞെടുക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വിശ്വസ്തരായിരിക്കണം. ചുമ്മാ നമ്മളെ പോലെ
കള്ളസാക്ഷ്യം പറയുന്നവരെയൊക്കെ നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലെല്ലാം എക്സാജറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 5 പേര് കണ്ടാൽ 50 പേര് വന്നെന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നെ നമ്മൾ കാര്യം നേടാൻ വേണ്ടി പലപ്പോഴും കള്ളസാക്ഷ്യം പറയുന്നവരുമാണ്. ഞാനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, നമ്മളും പലപ്പോഴും അറിയാതെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പ്രോസസ്സിന്റെ വിറ്റ്നസിന്റെ ടെസ്റ്റിമണി എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന വെച്ചാൽ, ഇവര് ഇത് കണ്ട ഉടനെ ഇവരെ പല കോണുകൾ, ഏകദേശം ഒരു സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് പല വലിയ ഉയർന്ന കുന്നിന് മുകളിലാണ് ഇവരെ നിർത്തുന്നത്. ഇവരിത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അയാൾ അവൻ എന്ത് ചെയ്യണം? ഹി നീഡ് ടു ട്രാവൽ ടു ജെറുസലേം ക്വിക്ക്ലി. അത് ഓടി അദ്ദേഹം അവിടെ നിന്ന് ഇത് കണ്ടിട്ട് വേഗത്തിൽ അവിടെ നിന്ന് യെരൂശലേമിലേക്ക് ഓടിയെത്തി സെൻഹദ്രിൻ സംഘത്തിന്റെ മുമ്പിലെത്തും. ആ ദിവസം ഒരു സബത്ത് ദിവസമാണെങ്കിൽ പോലും, സബത്തിൽ അവർക്ക് ഒരു സബത്ത് ദൂരം, ഒരു 1.5 ഫർലോങ് മാത്രമേ അവർക്ക് പോകാൻ പറ്റൂ. പക്ഷെ ഈ വിറ്റ്നസിന് സബത്ത് ആണെങ്കിൽ പോലും അവർക്ക് ഇത് കണ്ടാൽ സെൻഹദ്രിൻ സംഘത്തിന്റെ അടുക്കിലേക്ക് ഓടി വരുന്നതിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതവർക്ക് ശബത്തിന് വിരോധമായിട്ടായിരിക്കത്തില്ല. ശബത്ത് അത് ലംഘിച്ചാലുള്ള ശിക്ഷയുമില്ല. കാരണം അത് ഈ ഉടമ്പടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് സാബത്ത് ലംഘിക്കപ്പെട്ടാൽ പോലും അവർ അതിനെ അങ്ങനെ കണക്കിടാറില്ല. അതായത് അവർ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ദേ വിൽ ബി എക്സാം കെയർഫുള്ളി. അവരെ നിശ്ചയമായിട്ടും അവരെ നന്നായിട്ട് എക്സാം ചെയ്യും. അവരെ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യും. വളരെ കർക്കശമായ നിലയിൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട്, ഇപ്പൊ ഏകദേശം കാണുമ്പോൾ തന്നെ 4 ഭാഗം ആളുകൾ ഓടിയെത്തും. എല്ലാ വിറ്റ്നസും ഓടി എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. 4 എത്തണം. എത്തിക്കഴിഞ്ഞ ശേഷം ഒരു ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം ഇവരിൽ ഒരു തെറ്റില്ല, ആരും തെറ്റ് ചെയ്തിട്ടില്ല, ഇവർ കൃത്യമായ നിലയിൽ അതിനെ കണ്ടു. അവർ ക്ലൗഡാണോ കണ്ടേ, അതിന്റെ റിഫ്ലക്ഷൻ ആണോ കണ്ടേ, ഇത് മുഴുവൻ ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമേ അവരെ ഡേറ്റ് കൺഫേം ചെയ്യത്തുള്ളൂ. അതായത് ദ ഡേ കൺഫേം ചെയ്തു. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ദ ഡേ. അടുത്തത് അതിനെങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് മിഷ്നായിലുണ്ട്. മിഷ്ന എന്നാൽ നിങ്ങളുടെ റെഫറൻസ് ഗ്രന്ഥമായി നിങ്ങൾക്ക് ലഭ്യമാണ്. മിഷ്നയിൽ റോഷ് ഹഷനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ. അതിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അല്ല, വിറ്റ്നസിനോടുള്ള ക്വസ്റ്റ്യൻസിന്റെ അതല്ലെങ്കിൽ ഇൻട്രോഗ്രേഷന്റെ മെത്തേഡ് ഇങ്ങനെയാണ്. അതായത് അവിടുത്തെ ഓരോ വിറ്റ്നസസിനെയും, അതായത് 4 പേരാണ്, 4 പേരിൽ ഓരോ വിറ്റ്നസസിനെയും ബ്രോഡ് ദം സെപ്പറേറ്റഡ് ടു പ്രിവെന്റ് കൊളീഷൻ. അതായത് ഈ 4 പേരോട് ചേർന്ന് 4ഉം വ്യത്യസ്ത നിലയിൽ പറയാതിരിക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഓരോ ആളുകളെ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തത്? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്, ക്വസ്റ്റ്യൻ ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട സെൻഹദ്രിൻ സംഘത്തിന്റെ ഹെഡ്ക്വാർട്ടർ, അതായത് ഹെഡ്ക്വാർട്ടറാണ്, നമ്മുടെ ഹൈക്കോടതിയാണ് അതിനെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ. ആദ്യത്തെ ചോദ്യമാണ്, നിങ്ങൾ എവിടെ വെച്ചാണ് ഈ മൂൺ? വേർ ഡിഡ് യു സീ ദ മൂൺ? വേർ ഡിഡ് യു സീ ദ മൂൺ? നിങ്ങൾ എവിടെയാണ് ചന്ദ്രനെ കണ്ടത്? ചോദ്യം ഇങ്ങനെ, ബിഫോർ ദ സൺ ഓർ ആഫ്റ്റർ ഇറ്റ്? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണ്? എവിടെ വെച്ചാണ് കണ്ടത്? ആ പൊസിഷൻ പറയണം. നമ്പർ 2, വാസ് ഇറ്റ് ടു ദ നോർത്ത് ഓർ ടു ദ സൗത്ത്? ഇത് തെക്കാണോ വടക്കാണോ? നോർത്തിലാണോ കണ്ടത്, വടക്കിലാണോ കണ്ടത്? അടുത്ത് പറയുന്നു, അത് സ്കൈയിൽ നിന്ന്, അതായത് ആ സീമന്തയിൽ നിന്ന് എത്ര ഉയരത്തിലായിരുന്നു? ഏകദേശം നിങ്ങളുടെ കണ്ണിന്റെ ഉയരം ചോദിക്കും. 3ാമത്തെ ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ വിച്ച് ഡയറക്ഷൻ വാസ് ഇറ്റ് ഇൻക്ലൈൻഡ്? അത് ഏത് ഡയറക്ഷനിലായിരുന്നു അതിന്റെ ആ പൊസിഷൻ എന്ന് ചോദിക്കുക. അതായത് ആ ക്രസന്റിന്റെ പൊസിഷൻ, ഇൻക്ലൈൻഡ്, അത് ഏത് നില ചരിഞ്ഞു നിന്നത് എന്ന് നമ്മൾ പറയത്തില്ലേ, അത് ഏത് പൊസിഷനിലാണ് അത് നിന്നത് എന്ന് ചോദിക്കും. 4ാമത്തേത്, എത്ര വിസ്താരത്തിലായിരുന്നു ഇതിന്റെ അപ്പിയറൻസ് എന്ന് ചോദിക്കും. 4 പേരെയും ചോദ്യം ചെയ്ത ശേഷം ഞാൻ പറഞ്ഞത് വളരെ സീരിയസ് മാറ്റർ. കാരണം ഇത് ക്രിസ്തുവേശ്വരൻ മടങ്ങിവരവിനെ സംബന്ധിച്ച് മിശിഹ പറഞ്ഞൊരു വാക്കായതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് റബനിക്കൽ മെത്തേഡിൽ പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ 4 പേരുടെയും ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് മാച്ച് ആയാൽ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്തു. ഏതെങ്കിലും ഒരാൾ, ഞാൻ പറഞ്ഞത് ഇതിന്റെ ആക്യുറസി മനസ്സിലാക്കും, ഏതെങ്കിലും ഒരാളിൽ പിഴവുണ്ടായാൽ അത് വീണ്ടും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് കൺഫേം ആക്കിയാൽ മാത്രമേ റബിമാർ അല്ലെങ്കിൽ അവിടെ ഹൈ പ്രീസ്റ്റ് സെൻഹദ്രിൻ സംഘത്തിന്റെ അധികാരത്തോടെ ദ ഡേ ഡിക്ലെയർ ചെയ്തു. ഡേ അവർ ഡിക്ലെയർ ചെയ്യും. പക്ഷെ റോഷ് ഹഷനെ കുറിച്ചുള്ള അറിയിപ്പ് ജനതയ്ക്ക് കൊടുക്കുകയോ, ഏതെങ്കിലും ഇതിനകത്ത് 2 വിറ്റ്നസസ് കോൺട്രഡിക്റ്റ് ഈച്ച് ആയി കഴിഞ്ഞാൽ ടെസ്റ്റിമണി വിൽ ബി റിജക്റ്റഡ്. ആ കോർട്ട്
കൃത്യമായിട്ട് നിർണയിച്ച് വിധി പ്രഖ്യാപിക്കും. ഈ കണ്ടത്, അതായത് ഈ 3 കണ്ടു എന്നുള്ളത് ഇൻവാലിഡ് ആണ്. എന്നിട്ട് സെൻഹെദ്രിൻ ഇങ്ങനെ പ്രൊക്ലൈം ചെയ്യും, അല്ല ഇൻവാലിഡ് ആണെന്ന് പ്രഖ്യാപിക്കും. അല്ല, അവരുടെ ആ സാക്ഷ്യം എല്ലാം തന്നെ കൃത്യമാണെങ്കിൽ സെൻഹെദ്രിൻ സഖ്യം ഇങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്: മഖുദാഷ് സോറി മെഖുദാഷ്. ഇത് എന്റെ നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് കുറെ നോക്കി വായിക്കുക, എനിക്ക് കാണാൻ അറിയത്തില്ല. മെഖുദാഷ് അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് സാങ്ക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ദിവസം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ന്യൂ ഇയർ ആ ദിവസം ഫിക്സ് ആയിരിക്കുന്നു. ഇറ്റ് ഈസ് സാങ്ക്ടിഫൈഡ് മീൻസ് ദ ഡേ ഈസ് സെപ്പറേറ്റഡ്. ആ ദിവസത്തെ അതിനായി മാറ്റി വെച്ചിരിക്കുന്നതിന് ഫോർ റോഷ് ഹഷന, ഫോർ ന്യൂ ഇയർ. അടുത്തൊരു കാര്യം കൂടെ പറയാം. 3 അവർ കണ്ടില്ലെന്നിരിക്കട്ടെ, ദിവസം കണ്ടില്ലെങ്കിൽ, വിറ്റ്നസ് ഡിഡ് നോട്ട് കം, വിറ്റ്നസ് വന്നില്ല, ക്ലൗഡ് കാരണം സ്കൈയിൽ അത് വെളിപ്പെട്ടില്ല, the court would delay the start of the new year by a day. വിറ്റ്നസ് വന്നിട്ടില്ല, ആകാശം മൊത്തം ക്ലൗഡിയാണ്. കോർട്ട് പറയും സ്റ്റേ ദെയർ, ആ ദിവസം വരെ. ഇപ്പൊ 1-ാം തീയതി ആയിരിക്കാം, ഫസ്റ്റ് ഡേ വന്ന് കാണും, തൃശ്ശൂർ മാസം ഫസ്റ്റ് ഡേ, പക്ഷെ ആരംഭിക്കത്തില്ല. ദ നെക്സ്റ്റ് ഡേ ബിക്കോസ് ഓഫ് ദിസ് അൺസർട്ടനിറ്റി. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് ഈ ഉത്സവം കൃത്യമായ ചന്ദ്രോദയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, റോഷ് ആയതുകൊണ്ട്, ഈ ഉത്സവത്തിന് അവിടുത്തെ ആളുകൾ ഇട്ടിരിക്കുന്ന പേരാണ് നോ വൺ നോസ് ദ എക്സാക്ട് ഡേ ഓർ ഹൗസ്, നോ വൺ നോസ് ദ എക്സാക്ട് അവർ ഓഫ് ദ ഡേ ഓർ ദ ഡേ. ഒരാൾക്കും അത് ഏത് ദിവസമാണെന്നും മണിക്കൂറാണെന്നും അറിയില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് പറയാം. മിശിഹായുടെ വാക്കുകൾ കേട്ട യഹൂദന്മാർക്ക് കൃത്യമായിട്ട് അതെന്തുവെന്ന് മനസ്സിലായി. കാരണം യേശുക്രിസ്തു പറഞ്ഞത് അത് റോഷ് ഹഷനായെ കുറിച്ച്, കാഹളധ്വനിയുടെ പെരുന്നാളിനെ കുറിച്ച്. മിശിഹ കാഹളധ്വനിയോടുകൂടെ വരുമെന്ന ആ പ്രതിധ്വനിയുടെ, ആ പ്രഖ്യാപനത്തിന്റെ ഒരു മറുവാക്കായിട്ട് യഹൂദന്മാർക്ക് കൃത്യമായി, അപ്പോസ്തലന്മാർക്ക് അത് മനസ്സിലായി എന്ന് പറയും. പിന്നെ അടുത്തൊരു കുഞ്ഞു കാര്യൂടെ പറഞ്ഞ ഞാൻ ബാക്കിലേക്ക് പോകും. ഇത് ഡിക്ലെയർ ചെയ്യും. ഇപ്പം യെരൂശലേം ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ദിവസം സമയം എന്ന് ഡിക്ലെയർ ചെയ്യും. പക്ഷെ അതിനകത്ത് വേറെ വിഷയമുണ്ട്. ഇപ്പം നമുക്കിത് ഏത് ടൈമാണെന്ന് അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യണം? ഈ ടൈം ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരുങ്ങിയിരിക്കണം. എല്ലാവരും കേൾക്കണം, അഡ്വാൻസ് ആയിട്ട് ഒരുങ്ങിയിരിക്കണം. കാരണം 29-ാം തീയതി ആണോ വരുന്നത്, അത് 30-നാണോ വരുന്നത്, അത് 31-നാണോ വരുന്നത്, ഇത് ഡേ ഫിക്സ് ആയതുകൊണ്ട് ഒരു 2 ദിവസത്തിന് മുമ്പ്, ഏർലി ഒരു 2 ഡേയ്സിന് മുമ്പ് തന്നെ അവര് ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം. അവർ പെർഫെക്റ്റ് ആയിരിക്കണം. അവർ പാവങ്ങൾ കഴുകിക്കളയണം, യാഗങ്ങൾക്ക് ശുദ്ധീകരണം സംഭവിച്ചിരിക്കണം, അശുദ്ധിയെ നീക്കിയിരിക്കണം. എന്തൊക്കെയൊക്കെ അവരുടെ ഉത്സവങ്ങൾ ബന്ധപ്പെട്ടിട്ടോ, ദേ ഷുഡ് പ്രിപ്പയർ ദംസെൽസ് ഫോർ ദാറ്റ് ഫെസ്റ്റിവൽ ബിഫോർ ഹാൻഡ്, ബിക്കോസ് ഓഫ് ദ അൺസർട്ടനിറ്റി ഓഫ് ദാറ്റ് ഫെസ്റ്റിവൽ. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, ഈ ആരംഭ സമയങ്ങളിൽ, ഏർലി ടൈംസ്, പഴയ സമയങ്ങളിൽ, പണ്ടത്തെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഡിക്ലെയർ ചെയ്താൽ ആദ്യം ഇവർ ചെയ്യുന്നത് വലിയ പന്തങ്ങൾ, ടോർച്ച്, ഫയർ സിഗ്നലുകൾ, വലിയ മലകളിലും വലിയ ഉയർന്ന സ്ഥലങ്ങളിലും എല്ലാം ഇങ്ങനെ സിഗ്നൽ കാണിക്കും. ഇന്ന് നമ്മൾ ടോർച്ച് അടിക്കുന്ന, ടോർച്ച് മീൻസ് ഭയങ്കര പന്തമുണ്ടാക്കി വലിയ കുന്നുകളിലൊക്കെ കൊണ്ടുപോയി, മൗണ്ടൻ ടോപ്പിലൊക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഇത് സകല ഇസ്രായേലിലും അങ്ങ് സ്പ്രെഡ് ചെയ്യും. ഈവൻ ഇവര് ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പോലും ഇതിനെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കുന്ന കാര്യത്തിലും അവർ വ്യാപൃതരായിരുന്നു. അല്ലെങ്കിൽ ജൂയിഷിൽ, ഈ ബാബിലോണിലായിരുന്ന സമയത്ത് പോലും ഇത് അങ്ങനെ തന്നെയായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ടത്. ബാബിലോണിലായിരുന്നു, അപ്പം ഒരു പ്രവാസത്തിലായിരുന്നല്ലോ ആ സമയം. പക്ഷെ പിൽക്കാലത്ത് ഇവരിത് സ്റ്റോപ്പ് ചെയ്തു. കാരണം സമാരേറ്റ്യൻസ്, ശമരിയക്കാര് എന്നൊരു ഗ്രൂപ്പുണ്ട്, 10 ഗോത്രക്കാർ. ഈ 10 ഗോത്രക്കാര് എല്ലാ മലയിലും കയറി നിന്നിട്ട് കള്ളത്തരം കാണിച്ച് ഇത് തെറ്റിച്ചു കളയും. അപ്പൊ തെറ്റിച്ചു കളയുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു, ഈ സിഗ്നലിംഗ് പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞു വന്നതിന്റെ സാരം, ഈ വിറ്റ്നസിനെ കൊണ്ട് മാത്രമാണ് ഈ ദിവസത്തെ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ദെയർഫോർ ഈ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ് എന്ന് പറയുന്നത്
അതിന് മറ്റൊരു പേര് ഇങ്ങനെ പറഞ്ഞു, സംടൈംസ് കോൾഡ് ദ ഫീസ്റ്റ് ഓഫ് വിച്ച് നോ മാൻ നോസ് ദ ഡേ ഓർ ദ അവർ. Can you follow me? അപ്പം റോഷ് ഹഷനായി വിളിക്കുന്ന പേരെന്താണ്? ദ ഫീസ്റ്റ് ഓഫ് വിച്ച് നോ മാൻ നോസ് ദ അവർ ഓർ ദ ഡേ. It is connected with the second coming of Christ. It's connected with the marriage of Christ. Don't ഓർക്കുക, അതൊന്നും തെറ്റല്ല കേട്ടോ, അത് തെറ്റല്ല. കർത്താവിന്റെ, കാരണം മണവാളൻ വരുന്നത് എപ്പോഴെന്ന് അറിയായികയാൽ അവർ ഉറങ്ങിപ്പോയി. നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഒരുങ്ങിയിരുന്നോണം. അപ്പം റോഷ് ഹഷനെയാണ് അതിന്റെ പ്രധാന തീം എന്ന് പറയുന്നത്. റോഷ് അതിന്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പെട്ടെന്ന് പറയാൻ പോകും. ഈ റോഷ് ഹഷന എന്ന ഡേക്ക് നോഹയുടെ ദിവസവും തമ്മിൽ ബന്ധമുണ്ട്. നോഹയുടെ ഡേയ്സ്, ഡേ ഓഫ് നോഹ. കാരണം യേശുക്രിസ്തു തൊട്ട് താഴെ എന്ന് പറഞ്ഞിരിക്കുന്നത് 24 പുത്രൻ പോലും അറിയുന്നില്ല, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും തന്നെ പറഞ്ഞേക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? But the day of Rosh Hashanah is connected with the day of Noah. Jesus immediately, വളരെ പെട്ടെന്ന് തന്നെ, he linked with the two events. Matthew chapter 24:37. അതായത് എബ്രാഹിക്ക് മിഡ്രാഷിന്റെ ട്രഡിഷൻ, മിഡ്രാഷ് എന്ന് പറഞ്ഞാൽ അവരുടെ പാരമ്പര്യം കേട്ടോ. ഞാൻ ഈ വാക്കുകളൊക്കെ വലിയ ഇങ്ങനെ ഈ എബ്രായ ഭാഷ ഒന്നും അറിയാമെന്ന് വിചാരിച്ചിട്ടല്ല. ഈ മിഷ്ന, സോഹാർ, പിന്നെന്താ മിഡ്രാഷ് റബ, ബാബിലോണിയൻ തൽമൂദ്, ഇങ്ങനെയുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങളെല്ലാം കുറച്ചൊക്കെ അത്യാവശ്യത്തിനൊക്കെ പഠിക്കാനായിട്ട് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ എല്ലാം ഒന്നും സ്ക്രാച്ച് ചെയ്യാൻ ഒന്ന് മാന്തിട്ട് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പേരൊക്കെ കാണാൻ വെച്ചിരിക്കുമ്പോൾ നമ്മളോട് ഹീബ്രു സ്കോളർ. ഈ രണ്ടാമത്തെ പ്രത്യേകത ഇതിനകത്ത് റോഷ് ഹഷനയ്ക്ക് മറ്റൊരു പ്രത്യേകത കാഹളധ്വനി പെരുന്നാളാണ്. ഈ കാഹളധ്വനി പെരുന്നാൾ റോഷ് ഹഷനയെ കണക്ട് ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു മിഡ്രാഷ് ട്രഡീഷൻസ്, ജൂയിഷിന്റെ ട്രഡീഷൻ അനുസരിച്ച്, ഓറൽ ട്രഡീഷൻ മനസ്സിലാക്കണം. അതായത് ഈ അവരുടെ കയ്യിലിരിക്കുന്ന ന്യായപ്രമാണത്തെക്കാളും എത്രയോ % അധികം അവരുടെ ഓറൽ ട്രഡീഷൻസ് ആയിരുന്നു. അതായത് അവര് വാമൊഴിയായിട്ട് വന്നത്. അപ്പോൾ അത് വളരെ ആധികാരികമാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ ഓറൽ ട്രഡീഷൻസ് ആണ് യേശുക്രിസ്തു സംസാരിച്ചത്. അതുകൊണ്ടാണ് ഈ കർത്താവ് പറഞ്ഞിട്ടില്ലേ, അവര് പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, അവർ പറഞ്ഞൊക്കെ കേട്ടോണം, പക്ഷെ അവർ ചെയ്യരുതെന്ന് പറഞ്ഞു. അവരെന്തോ പറയുന്നതാ? അവർ ഈ മിഡ്രാഷ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറഞ്ഞ മര്യാദയ്ക്ക് കേട്ടോണം, പക്ഷെ അവർ ചെയ്യുന്ന പോലെ ചെയ്തെന്ന് പറഞ്ഞ കാരണം അതാ. സോ ഈ മിഡ്രാഷ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ റോഷ് ഹഷന വാസ് റിമെമ്പർഡ്, അതിനെ ഓർമ്മപ്പെടുന്നത് ആസ് എ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. റോഷ് ഹഷനയുടെ ഒന്നാമത്തെ പ്രത്യേകത അത് ന്യായവിധിയുടെ ദിവസമാണ്. കാരണം അതുകൊണ്ടാണ് യേശുക്രിസ്തു ആ സംഭവത്തെ എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? നോഹയുടെ ദിവസം. കാരണം നോഹയുടെ ദിവസത്തെ എന്താ സംഭവിച്ചത്? നോഹ ഡേ, ഗോഡ്സ് ജഡ്ജ്മെന്റ് ഓൺ കവനന്റ് പീപ്പിൾ. നോഹയുടെ കുടുംബവും ആ ഏരിയയിൽ, ആ ദേശത്തേക്ക് ഒരു ഉടമ്പടിയിൽ ഒരു ദൈവിക ജഡ്ജ്മെന്റ് കറപ്ഷനെതിരെ വന്നു. ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഡേ ഓഫ് നോഹ. മാത്രമല്ല, ഈ അതിന് വേറെ ഒരുപാട് ട്രഡീഷൻസ് ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ ബൈൻഡിങ് ഓഫ് ഐസക്കിനെ ബൈൻഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ അബ്രഹാം തന്റെ പുത്രനായ ഐസക്കിനെ കൈകാലുകൾ കൂട്ടിക്കെട്ടിയ യാഗപീഠത്തിലേക്ക് ഇടുന്ന അതിനെക്കുറിച്ച് അതിന് ഹീബ്രുവിൽ വരുന്ന അഖദ എന്നൊരു വാക്ക്. അഖദ, ദ ബൈൻഡിങ് ഓഫ് ഇസഹാക്ക് എന്ന് പറഞ്ഞു. ഈ ട്രഡീഷണലി, അതായത് യഹൂദന്മാർ ട്രഡീഷണലി വായിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ഈ ഐസക്കിനെ ബൈൻഡ് ചെയ്ത ആ സംഭവമായിട്ട്. അതിനകത്ത് അർത്ഥം എന്താ? ഐസക്കിനെ ബൈൻഡ് ചെയ്തതുമായിട്ടുള്ള ബന്ധത്തിൽ, അതായത് ഇറ്റ് സിംബലൈസിങ് ബോത്ത് ജഡ്ജ്മെന്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്. കമോൺ, ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? റോഷ് ഹഷന അടുത്ത് വരാൻ പോകുന്ന യോം കിപ്പൂർ അറ്റോൺമെന്റ്. അത് കഴിഞ്ഞത് മിഷ്കാൻ, അതായത് ടാബർനാക്കിൾ. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം എന്ന് പറയുന്നത്, ദ റോഷ് ഹഷനയുടെ ജഡ്ജ്മെന്റ് തൊട്ടപ്പുറത്ത് എന്ത് വരുന്നുണ്ട്? അറ്റോൺമെന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവർ ഈ ദിവസം എന്ത് വായിക്കും? ഇസഹാക്ക്, അഖദ വായിക്കും. അഖദ മീൻസ് ബൈൻഡിങ് ഓഫ് ഐസക്, ജെനസിസ് ചാപ്റ്റർ 22. മാത്രമല്ല, റോഷ് ഹഷനയിലാണ് തിശ്രീ മാസം 1-ാം തീയതി പഴയ നിയമം മൊത്തം വായിക്കുമ്പോൾ പല രാജാക്കന്മാരെയും കിരീടധാരികളായി അഭിഷേകം ചെയ്തത് ഈ റോഷ് ഹഷനയിലാണ്. പ്രത്യേകത. അപ്പം ഈ കാഹളധ്വനി പെരുന്നാളോട് ആള് വരുന്നത് എന്തിനാ? രാജാവായി എഴുന്നള്ളാൻ പോവുക, അതിന്റെ അർത്ഥം. അപ്പം ഈ നാളും നാഴികയും സംബന്ധിച്ച് ദൈവപുത്രനും അറിയില്ല, പിതാവിനല്ലാതെ ദൂതന്മാർക്ക് അറിയില്ല എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ
ഇത് കേട്ടോണ്ടിരുന്ന യഹൂദന്മാർ കൃത്യമായിട്ട് അറിയാം, ദാറ്റ് ഇസ് എ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, ദാറ്റ് ഇസ് എ ഡേ ഓഫ് അറ്റോൺമെന്റ്, ദാറ്റ് ഇസ് എ ഡേ ഓഫ് ദ കിങ്സ് കോറോണേഷൻ, ആൻഡ് ദിസ് എ ഡേ ഓഫ് ഗോഡ് ന്യൂ ലൈഫ്. മാത്രം എന്തുവാ നോയുടെ കാലത്ത് മറ്റൊന്ന് സംഭവിച്ചത്? ന്യായവിധി വന്നു കഴിഞ്ഞു, ആ കമ്മ്യൂണിറ്റി മൊത്തം തീർന്നു. ദ വേൾഡ് എൻഡ്, നോസ് വേൾഡ് എൻഡ്, ആഫ്റ്റർ ദ ഫ്ലഡ് the beginning of the new world, the new heavens and the new earth. These all things are connected with those verses. Glory to God. So ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നത്, ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനിയും പറയാൻ ഞാൻ ചുമ്മാ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറയുന്നത്, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത് അറിയാമോ? ഇത് ഞാൻ അന്ന് പഠിച്ചപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യമായിട്ട്. പക്ഷെ ഇന്ന് താങ്ക് ഗോഡ് കണക്റ്റഡ് ത്രൂ മെനി മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്, ഒരുപാട് ദൈവദാസന്മാരിലൂടെ മനസ്സിലാക്കിയപ്പോൾ തന്നത്, എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ദൈവം തന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇതൊരു ശൈശവ ദശയിൽ വരുന്നോണ്ടിരിക്കുന്ന ഒരു വിശ്വാസമാണ്. 1-ാം നൂറ്റാണ്ടിലുള്ള കേട്ടോ, പക്ഷെ പ്രോമിനൻ്റ് ആയിട്ട് നമ്മുടെ റൂം നിറച്ച് എലഫന്റ് വന്നതുകൊണ്ട്, എലഫൻസ് ഇൻ ദ റൂം ആയതുകൊണ്ട് നമ്മളെല്ലാം ഞെരുങ്ങിപ്പോയി. സോ വി നീഡ് ടു കം ഔട്ട് ഓഫ് ദി റൂം ആൻഡ് സോ എല്ലാ ദിശയിലും ലോകത്തിന്റെ പലയിടങ്ങളിൽ ദൈവദാസന്മാർ ദൈവത്തിന്റെ കൃപയാൽ ഇതിനെ സംബന്ധിച്ച് പഠിക്കുന്നു, അതിന്റെ ആർട്ടിക്കിൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ഈ അണ്ണാൻ ആനയോളം വാ തുറക്കാൻ പറ്റത്തില്ല, ഞാനും അണ്ണാനെ പോലെ ഈ കേരളത്തിൽ ഈ നാട്ടിൽ ഇരുന്നുകൊണ്ട് ചെറുതായിട്ട് ഒരു 0.0001% ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ പ്രിട്രിസമായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ഇത് മനസ്സിലാക്കിയത്. എങ്ങനെയാണെന്ന് അറിയുമോ? എൻഡ് ഓഫ് ദ വേൾഡ്, എൻഡ് ഓഫ് ദ ഏജ്, റോഷ് ഹഷനൽ ആരംഭിക്കുക. കാരണം ഈ 3 ഉത്സവങ്ങൾ കണക്റ്റഡ് വിത്ത് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. റോഷ് ഹഷന എന്ന് പറഞ്ഞാൽ കാഹളം ധ്വനിക്കുന്നു, മരിച്ചു ഉയർക്കുന്നു, റിസറക്ഷൻ ഓഫ് ദ ഡേ. രാജാവായി യേശു ക്രിസ്തു വെളിപ്പെടുന്നു. അവൻ രാജാവായി വെളിപ്പെടുമ്പോൾ എങ്ങോട്ടാണ് വരുന്നത്? അവിടെ ഇങ്ങോട്ട് വരുന്നത് ഇസ് കണക്റ്റഡ് വിത്ത് യോം കിപ്പൂർ, ബിക്കോസ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയ മഹാപുരോഹിതൻ തിരികെ വരുന്നു. Come on, that's the coming of Christ. That is the parousia. And വരുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാണ്? ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി ആരംഭിക്കുന്നു. റോഷ് ഹഷന is connected with that too. Judgment and the new world. ആ ന്യൂ വേൾഡിലേക്ക് 7th ഉത്സവമായ കൂടാര പെരുന്നാളായ സ്വർഗത്തിൽ നിന്ന് പുത്തൻ യെരൂശലേം ഇറങ്ങി. എന്തെങ്കിലും മനസ്സിലാവുന്ന അറിയത്തില്ല, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വീണ്ടും ചോദിക്കാം. സോ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്താൻ പോവുക. The flood was the end of the world of Noah. It stopped, but he inaugurated a new era. The same way, the coming of Christ is the end of the old covenant and is the inauguration of the new covenant. Jesus Christ, the coronation of Christ in a perfect sense, became the king of the new covenant, the King of kings and the Lord of the Lord. Hallelujah. ഞാൻ വാക്കുകൾ നിർത്തുക. You know what is the meaning of ആ നാളും നാഴികയും നമ്മൾ സംബന്ധിച്ച്? ദൈവത്തിന്റെ ദൂതന്മാരല്ലാതെ, പിതാവായ ദൈവമല്ലാതെ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞു. It's connected with റോഷ് ഹഷന. റോഷ് ഹഷനയിലാണ് ക്രൈസ്റ്റ് വരുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ആൾസോ ദ വെഡിങ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ വെഡിങ് ഉണ്ട്, രാജാവുണ്ട്. അവിടെ ഈ വെഡിങ്ങിനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം മണവാളൻ ഏത് നേരം വരുന്നു എന്നറിയായികയാൽ ഉണർന്നിരിപ്പിൻ. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു, കർത്താവിന്റെ വരവുമായി യേശുവും അപ്പോസ്തലന്മാരും ഒക്കെ സംസാരിക്കുക പറയുന്നത് ഒരുങ്ങിയിരിപ്പിൻ. എന്താ ഈ ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യം? ഡേറ്റ് അറിയത്തില്ല, നാളറിയത്തില്ല, നാഴിക അറിയത്തില്ല. ദാറ്റ് ബിക്കോസ് ദാറ്റ് ഈവന്റ് ഈസ് കണക്റ്റഡ് വിത്ത് റോഷ് ഹഷന, ദ ഫീസ്റ്റ് ഓഫ് ദ ട്രംപറ്റ്സ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും മനസ്സിലായില്ല എങ്കിൽ അത് ഞാൻ പ്രസന്റ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും. ഇത് I just took all these things from the Jewish resources. കുറെ നാളുകൾക്ക് മുമ്പ് കിട്ടിയ ഒരു ചിന്തയാണ്. പക്ഷെ ഇന്നത് ഈ ഒരു വ്യൂവിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയതിൽ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിശ്ചയമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിയോജിപ്പുകൾ ഒക്കെ നിങ്ങൾ പറയണം. എനിക്കും കൂടുതൽ പഠിക്കാൻ അത് അവസരമാകും. എല്ലാം ഞാൻ പറഞ്ഞ എല്ലാം യെസ് ആമേൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ തെറ്റാവരമുള്ള ആളല്ല. നിങ്ങൾക്കും അതിൻ്റെ മറ്റൊരാശയം പറയാം, നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. എനിവേ വി ഓൾ ആർ സ്റ്റാൻഡിങ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ലെറ്റ് ദ ചർച്ച് ബി പ്യൂരിഫൈഡ് വിത്ത് ദ വേർഡ് ദാറ്റ് ഈസ് അവർ കോൾ. God has called me and called many of our friends and brothers to purify the church
with the pure water of the word of God. May the Lord richly bless you. Amen. Thank you.